ആ ശ്വേതമേനോൻ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അശ്വതമേനല്ല. അമ്മയായി കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് പാവായി. ഇടി കുറച്ചു. അന്നും ഇടിക്കാറുണ്ടായിരുന്നില്ല. സി ചില സമയത്ത് പ്രതികരിക്കണ്ടേ നമ്മള്, വെറുതെ നമ്മള് എല്ലാം ഒരു വൺ സൈഡഡ് ആവാൻ പാടില്ലല്ലോ. ഹൈവേ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കണ്ടേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് മനസ്സിലായി വെറുതെ എന്തിനാണ് തോണ്ടേണ്ടത്. അതൊരു പ്രശ്നം. അതെല്ലാം സ്കൂൾ സമയത്തുള്ള കഥകളാണ്. അന്ന് ഐ വാസ് എ സ്കൂൾ സ്റ്റുഡന്റ്. അന്ന് കൊടുത്ത ആ ഫൈറ്റർ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അല്ല ഇപ്പോ എന്ന് മനസ്സിലായി. വീര്യം പോയെന്നാണോ അതോ കരോട്ട മറന്നു? ഏത് രീതിയിലും വീര്യൊന്നും കുറയൂല, അത് കൂടെയല്ലേ ചെയ്യുള്ളൂ പ്രായം കൂടും തോറും, അല്ലേ? വൈൻ പോലെ. വൈൻ, അതെ, വൈൻ പോലെ. വൈനോ നീ സ്കോച്ചോ എന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇത് പക്വത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജങ്കാർ കണ്ടപ്പം അതുപോലെ തന്നെയാണ് എനിക്ക് ഇപ്പം നമ്മുടെ കമ്മാര സംഭവം കാണുമ്പോഴൊക്കെ, ഒഴിമുറി കാണുമ്പോഴൊക്കെ സ്വാഗ് തോന്നിയിട്ടുണ്ട്. അതെല്ലാ ആളുകൾക്കും അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. നമ്മൾ പറയൂല സ്വാഗ് ഇയാൾക്കില്ല, ഈസിലി സ്വാഗ് വരും. കമ്മാര സംഭവത്തിലൊക്കെ നടന്നു വന്നിട്ട് ഒരു ഏവിയേറ്റർ ക്ലാസ് എടുത്ത് വെക്കുന്ന സമയത്ത് ഭയങ്കര സ്വാഗാ. ഇതിനെന്താ ചെയ്യുന്നത്? ഉള്ളിൽ സ്വയം വിശ്വസിക്കും ഞാൻ ഭയങ്കര അടിപൊളിയാന്ന്. അതുണ്ട്. അതിന് സ്വാഗ് ഒന്നും വേണ്ട. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണ് ഞാൻ എൻ്റെ ഒരു വിചാരം. അത് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റ് ആവില്ല ആൾക്കാർക്ക് വേണ്ടി, പക്ഷെ എന്നെ സംബന്ധിച്ച് ഐ ആം ദ ബെസ്റ്റ്. ആ ഒരു ഇതുണ്ട്. ഐ ഓൾവേസ് ലുക്ക് അറ്റ് മൈ സെൽഫ് സേ യു ആർ ദ പെർഫെക്റ്റ്. ഈ ചോയ്സ് പടങ്ങളുടെ സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഞാൻ അവനല്ലേ 2 പരദേശി ഒരു വർഷത്തിലാണ് ഒരേ സമയത്ത് ആണ് ഷൂട്ട് ചെയ്യുന്നത്. അല്ല, 3 ഷൂട്ട് ആ സമയത്ത്. ഇവിടെ പാലേരി മാണിക്യം, ചെന്നൈ പോയിട്ട് നാനവനില്ലേൻ്റെ പാട്ട്, അത് കഴിഞ്ഞിട്ട് ബോംബെ പോയിട്ട് റിയാലിറ്റി ഷോന്റെ ഫിനാലെ. ഒരേ സമയത്ത് ഇവിടെ ഞാൻ ചീരുന്റെ പ്രായമുള്ള ക്യാരക്ടർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തെ ഗ്യാപ്പിൽ ഞാൻ ചെന്നൈ പോയിട്ട് മിനി സ്കേർട്ട് ഇട്ടിട്ട് അത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബോംബെ പോയിട്ട് ഞാൻ മാധുരി ദീക്ഷിതിന്റെ ധക് ധക്കിന്റെ സോങ് ചെയ്യുന്നു. അതെ ചോദിച്ചോട്ടെ, എന്താ ശരിക്കും ഷോ ബിസിനസ്സിൽ നിൽക്കുക എന്നുള്ളതാണോ അതോ അൾട്ടിമേറ്റ്ലി പണോ ആണോ? എന്താ മാറ്റർ ചെയ്യാ ശരിക്കും? ഷോ ബിസിനസ്സിൽ നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന നോട്ട് അറ്റ് ഓൾ. മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിനൊരു കോംപ്രമൈസ് ആയിട്ട് ഒരു വ്യക്തിയല്ല. ഐ ആം നോട്ട് എ നോൺസെൻസ് പേഴ്സൺ. ഞാൻ നോൺസെൻസ് ക്വാളിറ്റി എങ്ങനെയാ ഗേജ്? ഇപ്പൊ ജങ്കാറിന് ഒരു ക്വാളിറ്റി ഉണ്ട്, പടത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്. അതെങ്ങനെയാ പോയിട്ട് അളക്കുക? അതിന്റെ പാരാമീറ്റർ എങ്ങനെയാ? അല്ല, നമ്മൾ ഒരു സ്റ്റോറി കേൾക്കും, ആദ്യം 1 ലൈൻ, പിന്നെ കുറച്ചൊരു ഡീറ്റെയിൽ ഓഫ് ആ ക്യാരക്ടർ കേൾക്കും. പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, നമ്മൾ എന്ത് ലൈന് ഇപ്പോഴല്ലേ ഈ സ്ക്രിപ്റ്റ് ബൗണ്ട് സ്ക്രിപ്റ്റും മറ്റേ ഇങ്ങനെ റീഡിങ് സെഷൻസും അങ്ങനെയൊക്കെ. പണ്ടെല്ലാം നമ്മൾ 1 ലൈനിൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റിൽ പോകുന്നത്. പക്ഷെ അത് നടക്കണമെന്ന് നിർബന്ധമില്ല. ഒരു 1 ലൈൻ വെച്ചിട്ട് ചിലപ്പോൾ സ്റ്റോറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് കുറച്ച് ഒരു 2 സീന് കുറയും, ചിലപ്പോൾ 4 സീന് കൂടും, അങ്ങനെയൊക്കെ നടക്കാറുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ ഈ നമുക്കൊരു ഒരു ഓക്കെ ഈ പാത്തിൽ തന്നെ ഒരു സ്റ്റോറി അല്ല, അതൊരു സിനിമ നടക്കണം എന്നുള്ള ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ് വരാൻ തുടങ്ങി. സ്പെഷ്യലി OTT വെബ് സീരീസ് വന്നു കഴിഞ്ഞപ്പോഴാണ് സിനിമേൻ്റെ ഒരു ഔട്ട്ലുക്ക് മാറിയത്. 10-12 വർഷമായിട്ടാണ് ഈ ഒരു ഔട്ട്ലുക്ക് ഓഫ് എവറിത്തിങ്. അല്ലാതെ സെറ്റിലാണ് സീൻസ് എഴുതാറുണ്ടായിരുന്നത്. നാളെ ഏത് സീനാണ് തീരുമാനിക്കുന്നത് തന്നെ രാവിലെ വന്നിട്ടാണ്. ഇത് കുറച്ച് ആൾക്കാരാണ് ഭയങ്കര ഹോംവർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ നടത്താറുണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ മറ്റേതും കണ്ടിട്ടുണ്ട്, വിച്ച് ഐ എൻജോയ്ഡ് ഇറ്റ്, ബിക്കോസ് വേറെ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇറ്റ്സ് മച്ച് ബെറ്റർ, ബിക്കോസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ക്യാരക്ടറിനെ പറ്റി ഒരേ സമയത്ത് 10 സിനിമകൾ നടത്തില്ല. അന്ന് നമ്മൾ ഓരോരോ സെറ്റിൽ നിന്ന് വേറെ സെറ്റ് പോവുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു 2010 എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു വർഷത്തിൽ 13 പടം ചെയ്തു. അപ്പോൾ അത് നടന്നു എന്ന് സത്യം പറഞ്ഞാൽ ന്യൂസിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ 13 പടം ചെയ്തു എന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുമോ അറിയില്ല. പിന്നെ ഇന്ന് 13 സിനിമകൾ, ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റും കൂടിയിട്ടുണ്ട്, നമ്മുടെ ഡേയ്സ് കൂടിയിട്ടുണ്ട്. അന്നെല്ലാം ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ മാക്സിമം ഒരു 20 ഡേയ്സ് ആണ് മാക്സിമം. 30 ദിവസം എല്ലാം ടൂ മച്ച് ആയിപ്പോയി. ആക്ടേഴ്സിന്റെ അവൈലബിലിറ്റി കൂടിയിട്ടുണ്ട്. അതന്നെ എല്ലാം കൂടിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിവിടെ ഫ്രീ സർവീസിനല്ല ഇവിടെ വന്നത്. വെരി സിമ്പിൾ. നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഇത് വിറ്റിട്ട് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ വഴി എത്ര കിട്ടും, അത് റവന്യൂ ആണ് എല്ലാവരുടെയും ഒരു ഇത് ഘട്ടം. സോ എല്ലാ എൻഡ് ഓഫ് ദ ഡേ ബാലൻസ് ഷീറ്റ് ഹാസ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ ഒരു ഇന്റർവ്യൂ സെഷൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം തോന്നി. ശ്വേതമേനോൻ എന്നുള്ള പേര് സെർച്ചിൽ വരുന്നത് ഈ 94 കാലഘട്ടത്തിലാണ്. പാൻ ഇന്ത്യൻ ബേസിസ്. അന്ന് പാൻ ഇന്ത്യൻ എന്നുള്ള വാക്കില്ല, എന്നാലും പാൻ ഇന്ത്യൻ ബേസിസ്. അന്നത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനും ഇന്നത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ആൻഡ് അന്നത്തെ ഇപ്പോൾ മല്ലിക ഷറവത്തിന്റെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. അന്നത്തെ ബ്യൂട്ടിയിൽ ഈ ബോട്ടോക്സ് ഇൻവോൾവ്ഡ് അല്ല, അന്നത്തെ ഈ കോസ്മെറ്റിക് വിഭാഗം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. പക്ഷെ ഇന്ന് എല്ലാവരും കാണാൻ പ്ലാസ്റ്റിക് സർജറി ഉള്ള കാരണം കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഒരേപോലെയാണ്. ആൻഡ് അന്ന് ഇല്ലാത്തൊരു കാര്യം ഈ ബോഡി പോസിറ്റിവിറ്റി കൊണ്ട് കുറെ വന്നു. കാരണം എല്ലാവർക്കും മോഡലാവും, അത് നല്ലതാ. പക്ഷെ എവിടെയൊക്കെ ഈ മോഡൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. എന്താ ശ്വേതമേനോൻ വൺസ് എ സൂപ്പർ മോഡൽ, ഇപ്പോഴും കാണാൻ അടിപൊളിയാ, ബിക്കോസ് ഞാൻ ഇന്നലെ എന്തായിരുന്നു എന്ന് വിചാരിച്ച് ഇന്ന് നിന്നാൽ നാളെ എന്റെ കൊളാവും. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹായ് ഐ എം ശ്വേത മേനൻ, ഐ എം 1994 മിസ് ഇന്ത്യ റണ്ണറപ്പ് എന്ന് പറഞ്ഞിട്ടല്ല, യുനോ ഐ എം ശ്വേത മേനൻ. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. ബാക്കി എല്ലാ അംഗീകാരം 24 മണിക്കൂറിന്റെ ഒരു ഇതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ഈ ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇന്റർവ്യൂ വെച്ചിട്ടോ ശ്വേത മേനൻ എനിക്ക് ഇന്റർവ്യൂ അല്ല, നാളെ വരെ നിങ്ങൾ ചിലപ്പോൾ 4 ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. സോ ഇറ്റ്സ് ലൈക്ക് എവറി മൊമെന്റ് ഹാസ് ടു ചേഞ്ച്. ആൻഡ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഫില്ലേഴ്സ് ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടില്ല, ദാറ്റ് ഈസ് വൈ. ഇന്നും വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ മുഖത്തും തേക്കാറുണ്ട്, തലയിലും തേക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈവൻ ഇൻ മൈ 20s ഞാൻ അങ്ങനെ ഒരു ഓവർ എക്സ്പെൻസീവായ ഒരു ലൈഫ് സ്റ്റൈലല്ല ജീവിച്ചത്. പൈസ ഉണ്ടെങ്കിലും ഐ ജസ്റ്റ് അണ്ടർസ്റ്റുഡ് ബിക്കോസ് എൻ്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു, വാട്ട് യു ഡു ടുഡേ യു ഷുഡ് ഡു ഇറ്റ് അറ്റ് ദി ഏജ് ഓഫ് 80. അപ്പോഴേ അതിനൊരു ഗുണം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്ത് പിന്നെ 80 പോയിട്ട് നമ്മൾ ഇതൊക്കെ ബോട്ടോക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ ദിവസവും എല്ലാ ആഴ്ച അല്ലാതെ ഒരു മാസം കഴിഞ്ഞ് അത് ചെയ്യണം. അപ്പൊ അതിന് എനിക്ക് സമയമില്ല, സത്യം എനിക്ക് പേഷ്യൻസും ഇല്ല. ഇപ്പൊ പേരുകൾ എടുക്കാതെ പറഞ്ഞാൽ തന്നെ കുറെ ആക്ട്രസസിനൊക്കെ കാണാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ചൈനീസ് പോലെയാ ഒബ്വിയസ്ലി. നമുക്കതിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നെഗറ്റീവ് ബയാസ് എടുത്ത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ വാട്സ്ആപ്പ് നമ്പർ എടുത്തോളൂ, നമുക്ക് ബിക്കോസ് ഓഫ് ബോഡി പോസിറ്റിവിറ്റി. ബോഡി പോസിറ്റിവിറ്റി നമുക്ക് പറയാം, ഷേമിംഗ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കേ. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ശരിക്കും ട്രൂ ബ്യൂട്ടി ഉണ്ടായിരുന്നത് ആ ടൈമിൽ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഇന്നും ശോഭന ചേച്ചിന്റെ ഒരു ബ്യൂട്ടി, ഇന്നും സുഹാസിനി ചേച്ചിന്റെ, ഗീത ചേച്ചിന്റെ, ശ്രീവിദ്യ അമ്മയുടെ, പിന്നെ എന്താ പഴയ ശീലമ്മ അല്ല ഞാൻ പറയും ഇപ്പൊ എല്ലാ ആൾക്കാരുടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ കണ്ടാൽ അവരൊരു പേഴ്സണാലിറ്റി ഉണ്ട്, മനസ്സിലായോ? ആ ഏജിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ആദ്യം അവർ നോക്കുമ്പോ ഇത് ചെയ്യുക. സോ ദാറ്റ്സ് എ ബിഗ് തിങ്. പിന്നെ ഓഫ് കോഴ്സ് ഓരോരോ ആൾക്കാർ നമ്മളിപ്പോ ഇവരെല്ലാരും ഒരുമിച്ച് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ അവരെല്ലാരും സൂം ചെയ്ത് നോക്കും, അല്ലാതെ നമ്മൾ ഒരു ഫോട്ടോ ആയിട്ടാണ് നോക്കുക. ബിക്കോസ് എല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സിങ് ഒരു ടൈപ്പാണ്, ഒരേ ടൈപ്പ് എല്ലാം മേക്കപ്പ് ഹെയർ എല്ലാം ഒരേ ടൈപ്പായി പോയി.